ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. വേറൊന്നുമല്ല, ചെറിയൊരു പെറ്റിനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്, പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പുതിയ പെറ്റ്സ് അങ്ങനെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ പോലെ നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഇനി ഇതിനെ കൂട്ടിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഗൈസ്, ഇതേ തൽക്കാലത്തേക്ക് ഈ കൂട്ടിയിടാനാണ്. അത് കഴിഞ്ഞ് വലിയതായിട്ട് മാറ്റാം. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പെറ്റിലെ കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ പൂച്ച കിളിയിടാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടം കൊണ്ടുണ്ട്. പിന്നെ മാറ്റിയേക്കാൻ ചിലപ്പോൾ പിടിച്ചാൽ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ എടുത്തിട്ടുള്ള എന്ത് പെറ്റിലാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ബംഗാൾ ഫിഞ്ചിനാണ് എടുത്തേക്കണത്. ഒരെണ്ണം തൽക്കാലം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നാളത്തെ ജസ്റ്റ് എന്നിട്ട് നമുക്ക് ഞങ്ങൾ കമൻറ്റ് ഒരെണ്ണത്തിനെ കൊണ്ട് മേടിക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. റൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളപ്പുറത്ത് പൂച്ചയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം തുറക്കാൻ. ഗൈസ്, നമ്മുടെ കണ്ടം മനുണ്ട്. ചിലപ്പോൾ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ പെറ്റി. ഒരു ബംഗാൾ ഫിഞ്ചാണ്. കണ്ടപ്പോൾ ഒരു മീൻ അടിക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഇവനെ കിട്ടി. ഇത് നമ്മളെ കണ്ടൻ. ഇതാണ് ഇവിടുത്തെ കണ്ടൻ. പക്ഷേ ഇച്ചിരി വില്ലാല് വീരനാണ്. ഇതിനെ കണ്ട പൊക്കുവൻ. അതുകൊണ്ട് അവനെ ഇട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ കൂട്ടിലോട്ട് കയറ്റുകയാണ്. പൊക്കോടാ, പൊക്കോ. അപ്പോൾ നമ്മളിതേ അവനെ കൂട്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പൂച്ച വന്ന് കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നടുത്ത ബംഗാൾ ക്യാറ്റുണ്ട്, ബംഗാൾ ഫിഞ്ച്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പെറ്റ്സിനെല്ലാം കാണാം ഗൈസ്. അപ്പോൾ എന്താ പറയുക, കുറേ വർഷത്തിന് ശേഷമാണ് അപ്പോൾ നന്നായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നത്. നേരത്തെ ഒന്നും പെറ്റ്സുണ്ടെങ്കിൽ അങ്ങനെ അധികം നമ്മളാണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു കൂടൊക്കെ പണിട്ടുണ്ട്. കൂടെടുത്ത് അപ്പോൾ കുറച്ച് പെറ്റ്സെല്ലാം കാണാം. നമുക്ക് അവന്മാരെല്ലാം കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാനുള്ള ഞാൻ നേരത്തെ കാണിച്ചത് നമ്മുടെ കണ്ടൻ. പിന്നെ അതേ കുഞ്ഞുപൂച്ച ഇതിൻ്റെ കൂടത്തി ഒരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വണ്ടി ഇടിച്ച് കഴിഞ്ഞ് വലിച്ചു. അപ്പോൾ ഇവരൊക്കെ ആരുടെ മക്കളാണ് നമ്മൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ഇവനെ പോലത്തെ ഒരു പൂച്ച എനിക്കുണ്ടാകും, ഉനീസ എന്ന് പറഞ്ഞാൽ. അവളിപ്പോഴും ഉണ്ട്. അപ്പോൾ അവളുടെ മക്കളാണ് വരില്ല. പിന്നെ ഇല്ല, ഒരാളില്ലേ കിടക്കുന്നു സുംജി. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയെല്ലാം കാണാം. ഇത് നമ്മുടെ ഒരു പൂവൻ കോഴിയാണ്, കരിങ്കോഴി. ഇവിടെ പിന്നെ ഒരു കോഴിക്കൂടുണ്ട് ഇവിടെ. പിന്നെ ഇതൊരു പഴയ കൂടായിരുന്നു, അത് സെറ്റ് ചെയ്യണം. ഇനിയും കൂടുണ്ട്. പിന്നെ ഇതേ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ഗിനിപ്പിഗിനെ എടുത്തിട്ടുണ്ട്. വീഡിയോ ക്ലാരിറ്റി ജസ്റ്റ് കുറയുമായിരിക്കും ഗൈസ്, എന്തോ പ്രോബ്ലം ഉണ്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതേ നമ്മളൊരു ഗിനിപ്പിഗിനെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു കൽക്കൻ കോഴിനെ എടുത്തു. പിന്നെ അതേ ഒരു ഗിനിക്കോഴിനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാമശ്രീ കോഴികൾ. പിന്നെ നമ്മുടെ പീജിയൻ. ഇവരഴിച്ച് കാണാൻ ഒന്നും വിട്ടേക്കണം. അപ്പോൾ ഈ കൂട് പുതിയതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂട്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഗ്രാമശ്രീ കോഴികൾ. ഇതിൻ്റെ മൊത്തം ഒരു വ്യൂ കാണിച്ചു തരാം. ജമുണ്ടൻ കൂടാ, അത്ര നീളമുള്ള കൂടാണ് ഗൈസ്. നമ്മുടെ കണ്ടനൊക്കെ ഇവിടെയുണ്ട്, കരിങ്കോയുടെ ഇടയൊക്കെ ഇവിടെയുണ്ട്. പിന്നെ കുറച്ച് ചെടികൾ ഐറ്റംസ്. ഇനി ഫിഷിനെ കാണാം ഗൈസ്. അപ്പോൾ ഇതിനകത്തൊരു പുലുവ കിടപ്പുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. വെയിൽ മൊത്തം അടിച്ച് ആൽഗയായി, ഫുള്ള് ആൽഗയായി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇതുങ്ങളെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കാണിക്കാം. പിന്നെ ഗൈസ്, ഒരു ഫ്രിഡ്ജ് ബോക്സ് നിങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. പക്ഷേ ഇതും അതെ, ഇതേപോലെ മൊത്തം അലമ്പായി കിടക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നോക്കിയിട്ട് ഈ വെയിലടിച്ച് മൊത്തം ആൽഗടിച്ച്. ഇതിനകത്ത് മീനുകളുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇതിൽ നമ്മളൊരു ആമക്കൂട്ടം കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തുകൂടി വന്നപ്പോഴും കലക്കൻ ഇവിടെ കിടപ്പുണ്ട്. എന്തായി ഇങ്ങനെ കലവിലാന്ന് വെച്ചുണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ് അവൻ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഉനീസ. ഇവളുടെ മക്കളാണല്ലേ. ഇവളിപ്പോൾ കൊല്ലം കിട്ടുപോയി. പിന്നെ അടുത്ത നമ്മുടെ ലവ് ബേഴ്സാണ്, വർഷങ്ങളായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പുതിയൊരു അതിഥിനെയും കൂടി എടുത്തിട്ടുണ്ട്. അയാളെ നമുക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ പേർഷ്യൻ ക്യാറ്റാണ്. ഇപ്പോൾ ഒരു 2-3 മാസമായി എടുത്തിട്ട്. ഹൗവ എന്നാണ് പേര്. ഫീമെയിലാണ്. അടിപൊളി കണക്കൊക്കെ നല്ല ടീമാണ്. നല്ല ആഗ്രഹിച്ചെടുത്ത സംഭവമാണ്. അപ്പോൾ എന്താ അറിയില്ല, വെയിലെടുത്തിട്ട് ഭയങ്കരമായിട്ട് ഉയർത്ത് വിളിച്ച്. ഇപ്പോൾ ഇനി ഒരാളെ കൂടെ കാണാനുണ്ട്.
ഒരു ഗറിബിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ കാണാം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അനുസരിച്ച് വീഡിയോസും പോയിക്കൊണ്ടിരിക്കും. ഇഷ്ടമുള്ള കണ്ടൻറ്റ് എല്ലാം ചെയ്യാം. പിന്നെ എന്നെ പെറ്റ്സിനെ മേടിക്കണമെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഗർഭിലെ കാണാം. ഇപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഉമ്മയത്തെ കിടക്കുന്ന റൂമാണ്. ഇപ്പോൾ എന്താ ചെയ്യുക, ചൂട് കാരണം വാങ്ങുന്നുണ്ടോ ഒരു രക്ഷയില്ല, അമ്മാതിരി ചൂട്. അപ്പോൾ നമ്മുടെ ഗർഭിലെ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ബേസണിലായിട്ടാണ് ഇട്ടേക്കണത്. വരമൊക്കെ തിട്ടും ചാടിപ്പോകും ചിലപ്പോൾ, അതുകൊണ്ടായിട്ടാണ്. ഇപ്പോൾ ഇവനെ മേടിച്ചിട്ടും കുറച്ചായി. അപ്പോൾ നമ്മളിതിനെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു എന്തോ ഒരു പറയാം, നമ്മൾ കോഴിനെയൊക്കെ മേടിക്കാൻ ചെന്നാൽ കളിക്കാനെ മേടിക്കാൻ ചെന്നപ്പോൾ ഇവനെ കണ്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ നോക്കിയപ്പോൾ ഈ മറ്റേ പൈത്തനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം കൂട്ടത്തിൽ ഇവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ വെച്ചപ്പോൾ നമുക്ക് നിസ്സാരക്ക് സാധനത്തെ കിട്ടി. അപ്പോൾ നമ്മൾ കണ്ണും കൂടിയൊക്കെ മേടിച്ചു. പിന്നെ അതിനെ കാണാം ഗൈസ്. ഇതാണ് ഗറിവില്ല്. കിടപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവനെ എടുത്ത് കാണാം. അപ്പോൾ നമ്മുടെ ഗർഭിൽ ഇതാക്കാം, റെഡ് ഐ ആണ് ആള്. കളർ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട, വൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവനാണ് ഇച്ചിരി ആക്റ്റീവായിട്ട് വരുന്നത്. അതെ, ആളൊക്കെ കൂടെ വെച്ചാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എക്സോട്ടിക് പെറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെറ്റ്സ് ലവറാണ്, അതുകൊണ്ടാണ് ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്യണത്. കാണതെ നല്ല കുറുമ്പനാണ് ആള്. അപ്പോൾ ഇനി ഇതേപോലത്തെ നല്ല വീഡിയോസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ പറയുക ഇനി നെക്സ്റ്റ് എന്തിനെ മേടിക്കണം, ആ നമ്മുടെ ബംഗാൾ ബെഞ്ചിൻ്റെ പേരിനെ മേടിക്കണോ, അതോ ഇനി ഏത് പെറ്റിനെ മേടിക്കണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആണ് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇച്ചിരി ഇത് ഇനി മെച്ചപ്പെടുത്താൻ വിചാരിക്കാം. അടിപൊളി കണ്ടൻസൊക്കെ ആയിട്ട് നമുക്ക് വരുന്നവരെ ബൈ.